നമസ്കാരം. നികേഷ് കുമാർ മലയാള പത്രപ്രവർത്തന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച ഒരു പത്രപ്രവർത്തകനാണ് നികേഷ് കുമാർ. ഇന്ത്യ വിഷൻ എന്ന ചാനൽ തുടങ്ങി അതിലൂടെ ചാനലിൽ തുടർച്ചയായി വാർത്ത പ്രസിദ്ധീകരിച്ച് വിപ്ലവം തന്നെ സൃഷ്ടിച്ച് പല കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് നികേഷ് കുമാർ. നികേഷ് കുമാറായിട്ടുള്ള എനിക്കൊരു താല്പര്യം, ഇന്ത്യ വിഷനുമായിട്ടുള്ള താല്പര്യം 1997 ക്രൈം പുറത്തു കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ പെൺവാണി പിന്നീട് നികേഷ് കുമാറിൻ്റെ ഇന്ത്യ വിഷൻ ചാനലിൽ അത് തുടർച്ചയായി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വന്നത്. വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യ വിഷൻ പല പ്രശ്നങ്ങൾ കൊണ്ടും പൂട്ടേണ്ടി വന്നു. അതിൻ്റെ ഉടമയെന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ MK മുനീറിന് അത് വിട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപ നഷ്ടം വരേണ്ടി വന്നു. അതിനുശേഷം ആണ് നമ്മുടെ റിപ്പോർട്ടർ എന്നുള്ള ഒരു ചാനൽ നികേഷ് കുമാർ സ്വന്തമായി തുടങ്ങുന്നത്. നികേഷ് കുമാർ ഇന്ത്യ വിഷൻ രാജിവെച്ച് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി. അത് വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. പക്ഷെ അത് വലിയ നഷ്ടത്തിലേക്ക് പോയി എന്നുള്ള ഒരു വാർത്ത വന്നു. അതിലുപരിയായിട്ട് അദ്ദേഹം DYFIയുടെ നേതാവായി മാറി രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു 2016 ഇലക്ഷനിൽ. അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജിയോട് നേരിടേണ്ടി വന്നത്. അദ്ദേഹം കിണറിൽ ഇറങ്ങി നിന്ന് വെള്ളം പരിശോധിക്കാൻ ഇറങ്ങിയ വീഡിയോ വലിയ തോതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി. ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ചാനൽ വലിയ നഷ്ടത്തിലേക്ക് വന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു മുഖച്ഛായ മാറി. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, CPMൻ്റെ വലങ്കയാണ്. MV രാഘവൻ്റെ മകനാണെങ്കിലും പിണറായി വിജയൻ ഏറ്റവും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവാണ് MV രാഘവൻ. പിന്നീട് MV രാഘവൻ്റെ മരണശേഷം അദ്ദേഹം CPMനോട് ചേർന്നുകൊണ്ടുള്ള യാത്രയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റേണ്ടി വന്നു. കാരണം ഒരു രാഷ്ട്രീയ ചാനലാണ്, പിണറായി വിജയൻ്റെ വലങ്കൈയാണ്, പിണറായി വിജയനാണ് പണമിറക്കുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ വാർത്ത വന്നു. അപ്പം ആ രൂപത്തിൽ തന്നെയുള്ള ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഗുരുതരമായ ചില പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുധാകരൻ, കണ്ണൂർ MP ആയ KPCC പ്രസിഡൻ്റായ സുധാകരൻ ലോകസഭയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അത് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടിട്ടാണ്, നികേഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലെ ചില ഉത്തരങ്ങൾ നികേഷിന് നല്ല ഗുണകരമായ കാര്യങ്ങളല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തായാലും നികേഷ് കുമാർ എന്ന് പറയാൻ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം താഴേക്ക് പോയി, വളരെ താഴേക്ക് വീണുപോയി എന്ന് തീർച്ചയായും പറയാൻ പറ്റും. അതിന് കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖമില്ലാതെ എല്ലാവരോടും പോരാടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നെങ്കിൽ നികേഷിൻ്റെ സ്ഥാനം ഏറ്റവും മുൻപന്തിയിൽ തന്നെ ആകുമായിരുന്നു. പക്ഷേ അതെല്ലാം പോയി. ഇപ്പോൾ ഒരു CPM പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ DYFI പ്രവർത്തകൻ്റെ ഒരു ചാനൽ എന്നുള്ള ലാബിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ മുട്ടിൽ മരണക്കേസിലുമായി ബന്ധപ്പെട്ട അവരുമായുള്ള ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് അവരാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വാങ്ങിയതെന്നുള്ള വാർത്തയും പുറത്തു വന്നു. അതോടുകൂടി ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പ്രമുഖരായ പത്രപ്രവർത്തകർ അതിൽ അണിനിരന്നിട്ടുണ്ട്. സുജാ പാർവതി, അതേപോലെ നമ്മുടെ മൊട്ട അരുൺ എന്നൊക്കെ പറയുന്ന നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു പത്രപ്രവർത്തകനായ അരുൺ കുമാർ, അദ്ദേഹത്തെ അമേര ശിരസ്ക് എന്നൊക്കെ പറഞ്ഞ് പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ മിടുക്കനാണ് അദ്ദേഹം. അതേപോലെ ഉണ്ണി ബാലകൃഷ്ണൻ വളരെ മിടുക്കനായ മാതൃഭൂമി ചാനലിൻ്റെ പ്രമുഖനായ പത്രപ്രവർത്തകനായിരുന്നു, അവതാരകനായിരുന്നു. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നികേഷ് കുമാറിൻ്റെ ചാനൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മുമ്പത്തെ പോലെ നികേഷ് കുമാറിന് അതിൽ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല, അരുൺ കുമാറിനാണ് സ്ഥാനം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കാര്യം അതിന് മുമ്പായിട്ട് പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളൊരു ചാനൽ കൂടിയാണ് റിപ്പോർട്ടർ. കാരണം കവിയൂർ കേസിലൊക്കെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ തക്ക സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ കൊടുത്ത് എൻ്റെ വസ്തുതകളെല്ലാം പുറത്തു വരാൻ സഹായിച്ചത് റിപ്പോർട്ടർ ചാനലാണ് എന്ന് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ ഈ ചോദ്യങ്ങൾ സുധാകരൻ ലോക്സഭയിൽ ചോദിച്ച ചോദ്യങ്ങളൊന്ന് വായിക്കാം. Whether the government has received a request on 22/6/2023 seeking inquiry into the transfer of shares of Indo-Asian News Channel Private Limited
under ROC Ernakulam and to suspend the proceedings. Whether the government has received a request on 22/6/2023 seeking inquiry to the transfer of shares of Indo-Asian News Channels Private Limited under ROC Ernakulam and to suspend the proceeding. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഷെയറുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 22/6/2023 ഒരു അപേക്ഷ കിട്ടിയിട്ടുണ്ടോ, അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതിനുള്ള മറുപടി മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് യെസ് സർ എ റെഫറൻസ് ഡേറ്റഡ് 22/6/2023 ഇൻ ദിസ് റിഗാർഡ് വാസ് റിസീവ്ഡ് ഫ്രം ശ്രീ കുമ്പക്കുടി സുധാകരൻ ഹോണറബിൾ MP എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കെ സുധാകരൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായൊരു മറുപടിയല്ല എന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ സോ ദ ഡീറ്റെയിൽസ് ദർ ഓഫ് ആൻഡ് ദ ആക്ഷൻ ടേക്കൺ, അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് കെ സുധാകരൻ്റെ അടുത്ത് മറുപടി കിട്ടിയിട്ടുണ്ടെന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. 2, if so the details thereof the action taken by the government in this regard, എന്താണ് അതിനകത്ത് ആക്ഷൻ എടുത്തിരിക്കുന്നത്? ഓൺ റിസീറ്റ് ഓഫ് ദിസ് സെറ്റ് റെഫറൻസ് റീജിയണൽ ഡയറക്ടർ സൗത്തേൺ റീജിയൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേരള വെയർ ഇൻസ്ട്രക്റ്റഡ് ടു എക്സാമിൻ ദ മാറ്റർ ആൻഡ് ഫർണിഷ് ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് അർജന്റ്ലി. The Registrar of Companies Kerala wired his interim report dated 18/7/2023 sent to Regional Director Southern Region has stated that he has asked the company to submit all the connected documents relating to share transfer for examination. Response of the company is awaited. അതായത് കമ്പനിയോട് എല്ലാ രേഖകളും ആവശ്യപ്പെടാൻ വേണ്ടി സതേൺ റീജിയനിലേക്ക് അയക്കാൻ വേണ്ടി 18/7/2023 ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3, whether the government is aware that the company owes of outstanding dues to its employees in the form of salary, provident funds, etc. If so, the details thereof എന്ന് പറയുന്ന അവിടെ ജീവനക്കാർക്ക് സാലറി എല്ലാം കൊടുക്കാനുണ്ടോ, പ്രൊവിഡൻറ്റ് ഫണ്ട് കൊടുക്കാനുണ്ടോ, അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റും കിട്ടിയിട്ടില്ല എന്നാണ് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോ കംപ്ലയിൻറ്റ്സ് ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ദ MCA അബൌട്ട് എനി ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് ഓഫ് ദ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് സാലറി, പ്രൊവിഡൻറ്റ് ഫണ്ട്സ് എക്സെട്ര. അങ്ങനെ ഒരു കംപ്ലയിൻറ്റും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഹൗവർ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഹാസ് ഇൻഫോംഡ് ദ ഫോളോയിങ് type of enquiry under relevant provision of the employees provident fund and miscellaneous provisions etc. അതിൽ recovery actions to be recover the arrear demand as provided in section 8B and to 8G of employees provident fund and miscellaneous provisions EPF and MP Act 1952 has already been initiated against the establishment and the employer to recover the outstanding amount, which includes issue of CP1 demand notice to the defaulter, CP3 prohibitory order of to the bank, and CP25 notice to show cause by a warrant of arrest should not be issued to the managing director Sri NV Nigesh Kumar. അതായത് അതിൽ പണം കൊടുക്കാൻ പ്രൊവിഡൻറ്റ് ഫണ്ടും മറ്റുള്ള കാര്യങ്ങളും കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ട് എംപ്ലോയറായ നികേഷ് കുമാറിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിക്കാത്തത് എന്താണെന്ന് ചോദിച്ച് അവരോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൊഹിബിറ്ററി ഓർഡർ ടു ദ ബാങ്ക് ആൻഡ് CP25 നോട്ടീസ് ടു ഷോ കോസ് റിക്കവറി ആക്ഷൻസ് ടു റിക്കവർ ദ എറിയർ ഡിമാൻഡ് ആസ് provided in section 8B to 8G of Employees Provident Fund and Miscellaneous Provisions EPF and MP Act 1952 has already been initiated against the establishment and the employer to recover the outstanding amount, which includes issue of CP1 demand notice to the defaulter, CP3 prohibitory order to the bank, and CP25 notice to show cause why a warrant of arrest should not be issued to the managing director Sri NV Nigesh Kumar. MV നികേഷ് കുമാർ എന്തുകൊണ്ടാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യാത്തതെന്നും അതേപോലെ ബാങ്ക് എല്ലാം മരവിപ്പിക്കാനും അതുപോലുള്ള നടപടികൾ എടുക്കാനും കൃത്യമായി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ ആയിട്ട് ചോദ്യം, വെദർ ദിസ് കമ്പനി ഹാസ് ട്രാൻസ്ഫേർഡ് ഇറ്റ്സ് ടെലികാസ്റ്റിംഗ് ഫീ ലൈസൻസ് ടു എനി അതർ എൻറ്റിറ്റി ഫോളോയിങ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഇഫ് സോ ദ ഡീറ്റെയിൽസ് ദെയർ ഓഫ് ആൻഡ്
ഇതിൻ്റെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള ലൈസൻസ് വേറെ ആരുടെയും പേരിലേക്ക് മാറ്റിയിട്ടുണ്ടോ നിയമാനുസരണം എന്നാണ് ചോദിച്ചത്. The Ministry of Information and Broadcasting has informed that no application regarding transfer of permission to telecast has been received by them from the company in respect of their news channel, namely Reporter. Reporter എന്ന പേരുള്ള ന്യൂസ് ചാനലിൻ്റെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു അപേക്ഷയും ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് അതിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും നികേഷ് കുമാറിൻ്റെ പേരിൽ തന്നെയാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Whether the government is aware that the ownership transfer has been conducted between individuals facing criminal charges, including Muttil Maramuri case under investigation of various agencies including ED, if so the action that has been taken by the government. അതായത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ പേരിലേക്ക് ഈ ക്രിമിനൽ ചാർജസ് അവർക്കെതിരെ കേസ് എടുത്ത് അവർക്കെതിരെ ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഗവൺമെൻറ് അറിയുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺ എൻക്വയറി from Register of Companies Kerala, the company-wide reply email dated 18/7/2023 has stated that the ownership transfer in the matter of majority shareholding is completed and necessary procedural formalities are complied as per due process under Companies Act 2021-13. അതായത് ഷെയർ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം. രജിസ്റ്റർ ഓഫ് കമ്പനീസ് കേരള വൈഡ് മെയിൽ ഡേറ്റഡ് 18/7/2023 കോൾഡ് ദ കമ്പനി ടു സബ്മിറ്റ് ഓൾ ദ കണക്റ്റഡ് ഡോക്യുമെന്റ്സ് റിലേറ്റിംഗ് ടു ദ ഷെയർ ട്രാൻസ്ഫർ for the perusal and examination by Registrar of Companies Kerala and the response of the company is awaited. അതായത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 18/7/2023 കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി റെസ്പോൺസ് കമ്പനിയിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18/7/2023 ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാ ഡീറ്റെയിലും തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫർദർ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഹാസ് ഇൻഫോംഡ് ദാറ്റ് ദോ they have not received any complaint in the matter of shares, but they are investigating a case of money laundering against the company under the provisions of the Prevention of Money Laundering Act 2002 PMLA, recorded on the basis of Kerala Police FIR number 121/2021 for illegal cutting and selling of rosewood worth ₹8 crore near Wayanad, Kerala. This case is also referred to locally as Muttil tree cutting case or Muttil Maramuri case. അതായത് 8 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന 121/2021 നമ്പറിലുള്ള വയനാട്ടിലുള്ള കേസിൽ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയർ ട്രാൻസ്ഫറും മറ്റൊക്കെ ഇതുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഹാസ് ഇൻഫോംഡ് ദാറ്റ് ദ കമ്പനി വൈഡ് ദെയർ ഓൺലൈൻ പബ്ലിക്കേഷൻസ് ഡേറ്റഡ് 25/4/2023 ആൻഡ് 28/4/2023 ഹാസ് intimated to the ministry regarding change in their shareholding pattern and board of directors, and the same was forwarded to Ministry of Home Affairs. അതായത് ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതേപോലെ മറ്റുള്ള കാര്യങ്ങളും മാറുന്നത് സംബന്ധിച്ച് 25/4/2023 28/4/2023 ഇവർക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഷെയർ ട്രാൻസ്ഫറാണ്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഷെയർ ട്രാൻസ്ഫറേ പറ്റുള്ളൂ. അതെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് മുട്ടിൽ മരം കേസ് അതിൻ്റെ ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട സംഭവമായതിനാൽ ഇതിൽ നികേഷ് കുമാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി വേറൊരു കമ്പനി വാങ്ങുന്നവർ കള്ളന്മാരോ കൊലപാതകളോ ആരെങ്കിലും ആവട്ടെ, അതിൽ നിയമപ്രകാരം കമ്പനി ആക്ട് പ്രകാരമുള്ളൊരു സംഭവം മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതിൽ പണമിടപാടിൽ നിയമപ്രകാരമല്ലാത്ത പണം വരികയോ ലിക്വിഡ് മണി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അത്തരം അക്കൗണ്ടുകളിൽ എല്ലാം കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അതൊക്കെ പുറത്തു വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിൽ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ടാകുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല.
ഏത് കൊലപാതകികൾക്കും ഏത് തട്ടിപ്പുകാർക്കും അവർ എന്തും വാങ്ങാനുള്ള നിയമം ഇന്ത്യയിലുണ്ട്. ഇത് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുന്നതാണ്. മുട്ടിൽ മര തട്ടിപ്പ് കേസിലെ പ്രതികളാണ് ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. മുട്ടിൽ മരം മുറി കേസിലെ പ്രതികൾ തന്നെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ വാങ്ങുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. അതിൽ നികേഷ് കുമാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നും നമുക്ക് കരുതാൻ വയ്യ. അദ്ദേഹം ഇതോടുകൂടി അടച്ചു പൂട്ടപ്പെടും, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതം തകരും എന്നൊക്കെയുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിക്കോട്ടെ, അദ്ദേഹം ചാനൽ ഏത് രാഷ്ട്രീയ വീക്ഷണത്തോടെ നടത്തിക്കോട്ടെ, പക്ഷേ അദ്ദേഹം നിയമപ്രകാരം ഷെയർ ട്രാൻസ്ഫറാണ് നടത്തിയിട്ടുള്ളത്. അത് നിയമപ്രകാരം തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പ്രൊവിഡൻറ്റ് ഫണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം അടക്കമുള്ള പ്രശ്നങ്ങളിൽ അവിടെയുള്ള വർക്ക് ചെയ്തിരുന്ന ആളുകൾക്ക് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൂടി ഈ പറയുന്ന ലോകസഭയിലെ കെ സുധാകരന് കൊടുത്ത മറുപടിയിൽ കൃത്യമാണ്. അത് വളരെ ഗുരുതരമാണ് എന്നുകൂടി നമുക്ക് പറയാം.